പത്നി. പ്രധാന പത്നി ആരാ? കൈകേയി. എന്ന് വെച്ചാൽ അന്നൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജാക്കന്മാർക്ക് 6, 7, 8 ഭാര്യമാരുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ കാലത്ത് അത് നടക്കത്തില്ല. ഇത്ര മല്ലികയുടെ അച്ഛന് 2-3 ഭാര്യമാരുണ്ട്. എന്തുവാ? ശ്രദ്ധിക്കണം അങ്ങോട്ട്. സുമിത്ര കുമാര നീ കേൾക്കണം, മത്സരാദ്യം വെടിഞ്ഞെന്നൂടെ വാക്കുകൾ ഇരിക്കുന്നത് മുന്നവേ ഞാന്. പുസ്തകം എന്തിയടോ? നീ പുസ്തകം കൊണ്ടുവന്നില്ലേ? ഇല്ലടി. പുസ്തകം എന്തിയേ? പുസ്തകം കൊണ്ടുവന്നില്ലേന്ന്? പിന്നെ ഞാൻ എന്തിനാണോ രാവിലെ വണിഞ്ഞൊരുങ്ങി വന്ന് ഇവിടെ നിന്ന് ഇങ്ങനെ പ്രസംഗിക്കുന്നത്? പിന്നെ ഞാനും കൊണ്ടുവരുന്നില്ല. നല്ല സങ്കടമുണ്ട് കേട്ടോ കുട്ടികളെ നിങ്ങളുടെ കാര്യത്തിൽ. നിങ്ങൾക്ക് പഠിക്കണമെന്ന് തീരെ താല്പര്യമില്ല. മലയാളത്തിൽ ഇങ്ങനെ ആണെങ്കിൽ മറ്റുള്ള വിഷയങ്ങളുടെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിക്കേ. എത്ര വട്ടം ഞാൻ വായിട്ട് അടച്ചിട്ടുണ്ട് ക്ലാസ്സിൽ കൃത്യമായിട്ട് പുസ്തകം എല്ലാവരും അവനവന് പുസ്തകം കൊണ്ടുവരണമെന്നുള്ളത്. എല്ലാവർക്കും പുസ്തകമുണ്ട്. പിന്നെ എന്താ നിങ്ങളുടെ പ്രശ്നം? നിങ്ങൾക്ക് അത് ബാഗിലെടുത്ത് വെക്കാൻ പോലും നിങ്ങൾക്ക് സമയമില്ലേ? നിങ്ങളെ കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കി നിങ്ങൾക്ക് ആഹാരവും തന്ന് ബാഗിനകത്താക്കിക്കൊണ്ട് ആരെങ്കിലും ചോറെടുക്കാൻ മറന്നോടെ? ക്ലാസ്സിൽ ചോറെടുക്കാൻ വന്നവരാരെങ്കിലും ഉണ്ടോ? ആരുമില്ല. എല്ലാവരും ആഹാരം കാര്യം ഉരുട്ടി വീഴുന്നുണ്ടാവും ഉച്ചയ്ക്ക് ശേഷം. അപ്പൊ ഇത്രയും പണിയെടുത്ത് നിങ്ങളെ ഇങ്ങോട്ട് വിടുന്ന അച്ഛനും അമ്മയുടെ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. ഒരുപാട് പ്രതീക്ഷകൾ ഇങ്ങോട്ട് വിടുന്നത്. ക്ലാസ്സിൽ പുസ്തകം പോലും കൊണ്ടുവരത്തില്ല. എങ്ങനെ തോന്നുന്നു നിങ്ങളോടൊക്കെ എനിക്ക് ആത്മാർത്ഥത? എടേ ക്ലാസ്സിൽ പുസ്തകം കൊണ്ടുവരാത്ത ഇത്ര ആളുകൾ നാളെ വരുമ്പം ഞാൻ ഈ പഠിപ്പിച്ച ഈ പാഠഭാഗങ്ങൾ മൊത്തം 5 പ്രാവശ്യം പൊസിഷൻ ചെയ്ത് കൊണ്ടുവരണം. പിന്നെ നാളെ തൊട്ട് ക്ലാസ്സിൽ പുസ്തകം ഇല്ലാത്ത ആളുകൾ വെളിയിൽ പോയി നിന്നാൽ മതി. ഞാൻ പ്രിൻസിപ്പലിന്റെ അടുത്ത് പറഞ്ഞോളാം കേട്ടോ. ക്ലാസ്സിൽ ഇരിക്കണം. എന്റെ ക്ലാസ്സിൽ പുസ്തകം പഠിക്കാനായിട്ടുള്ളവർ മാത്രം എന്റെ ക്ലാസ്സിൽ ഇരുന്നാൽ മതി. അല്ലാണ്ട് ഇവിടെ പ്രകസനത്തിന് വരുന്നവരാരെയും എന്റെ ക്ലാസ്സിൽ ശ്രീദേവി ടീച്ചറിന്റെ ക്ലാസ്സിൽ അലോ ചെയ്യത്തില്ല.